പലസ്തീൻ രാഷ്ട്രത്തിനായി കൂടുതൽ രാജ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മുന്നോട്ട് വന്നിരുന്നു. അതിനിടെ വിഷയത്തിൽ പുതിയ നിലപാടുമായി ഇന്ത്യ. പലസ്തീൻ പ്രശ്നത്തിന് ദ്വിരാഷ്ട്ര പരിഹാരം നിർദ്ദേശിക്കുന്ന പ്രമേയത്തിന് അനുകൂലമായാണ് ഇന്ത്യ വോട്ട് ചെയ്തത്. വ്യക്തമായ നിലപാട് മാറ്റമാണിത്. അടുത്ത കാലത്ത് UN പൊതുസഭയിൽ ഗാസ വിഷയം വോട്ടിങ്ങിന് വരുമ്പോഴെല്ലാം വിട്ടുനിൽക്കുകയാണ് ഇന്ത്യ ചെയ്യാറുള്ളത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ 4 വട്ടമാണ് ഗാസ വിഷയത്തിൽ വോട്ടെടുപ്പിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നത്. ഇന്ത്യയുടെ നിലപാട് മാറ്റം വലിയ ചർച്ചയാവുകയാണ്. UN പൊതുസഭയിൽ ഫ്രാൻസാണ് പ്രമേയം കൊണ്ടുവന്നത്. ന്യൂയോർക്ക് പ്രഖ്യാപനത്തെ അംഗീകരിക്കുന്ന പ്രമേയമാണ് ഫ്രാൻസ് അവതരിപ്പിച്ചത്. ദ്വിരാഷ്ട്ര പരിഹാരത്തിലൂടെ പലസ്തീൻ പ്രശ്നം പരിഹരിക്കാമെന്നതാണ് ന്യൂയോർക്ക് പ്രഖ്യാപനം. ഫ്രാൻസ് അവതരിപ്പിച്ച പ്രമേയത്തെ ഇന്ത്യ ഉൾപ്പെടെ 142 രാജ്യങ്ങളാണ് അനുകൂലിച്ചത്. എന്നാൽ ഇസ്രായേൽ, അമേരിക്ക, അർജന്റീന, ഹംഗറി തുടങ്ങിയ 10 രാജ്യങ്ങൾ മാത്രമാണ് പ്രമേയത്തെ എതിർത്തത്. ഫ്രാൻസ് മുന്നോട്ട് വെച്ച പ്രമേയത്തെ അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി പിന്തുണച്ചു. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുക, നിലവിലെ ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിന് സമാധാനപരവും ശാശ്വതവുമായ പരിഹാരം ഉണ്ടാവണം, മേഖലയിലെ എല്ലാ ജനങ്ങൾക്കും മികച്ച ഭാവി ഉണ്ടാകാൻ കഴിയുന്ന നടപടികൾ സ്വീകരിക്കണമെന്നും സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നതിനെ പിന്തുണയ്ക്കുന്ന പ്രമേയം ആഹ്വാനം ചെയ്തു. അതിനിടെ ഗാസയിൽ ആക്രമണം ശക്തമായി തുടരുകയാണ് ഇസ്രായേൽ. കഴിഞ്ഞ ദിവസം ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 59 പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത്. ഇവരിലേറെയും ഗാസ സിറ്റിയിലുള്ളവരാണ്. ഒഴിഞ്ഞുപോകാൻ ആവശ്യപ്പെടുന്ന ലഘുലേഖകൾ ഇസ്രായേൽ വിമാനങ്ങൾ ഗാസയിൽ വിതറുന്നുണ്ട്. എന്നാൽ ഭൂരിപക്ഷം ജനങ്ങളും ഇപ്പോഴും ഗാസ സിറ്റിയിൽ തുടരുകയാണ്. ഗതികേട് കൊണ്ടാണ് ഗാസയിലെ ജനങ്ങൾ ഗാസ സിറ്റിയിൽ തുടരുന്നത്. തെക്കൻ ഗാസയിലെ അൽമവാസിയിലേക്കാണ് ഗാസ സിറ്റിയിലുള്ളവരെ ഒഴിപ്പിക്കുന്നത്. അൽമവാസി അഭയാർത്ഥികളാൽ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. അൽമവാസിയിലേക്ക് പോയിട്ട് കാര്യമില്ല എന്നതിനാലാണ് മറ്റു വഴിയില്ലാതെ ജനം ഗാസ സിറ്റിയിൽ തന്നെ തുടരുന്നത്. ഗാസ സിറ്റി പിടിക്കാനുള്ള ആക്രമണം ഇസ്രായേൽ പ്രഖ്യാപിച്ച ശേഷം 1 മാസത്തിൻ്റെ 10% പേർ മാത്രമാണ് ഗാസ സിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞുപോയത്. UN ഏജൻസികൾ നൽകുന്ന കണക്കാണിത്. ഗാസ സിറ്റിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ 500 കേന്ദ്രങ്ങളിലാണ് ഇസ്രായേൽ സേന ബോംബിട്ടത്. ഇസ്രായേൽ സേന തന്നെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഹമാസ് താവളങ്ങൾ ലക്ഷ്യമിട്ടുള്ള കനത്ത ആക്രമണം തുടരുമെന്നും ഇസ്രായേൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനിടെ യമൻ തലസ്ഥാനമായ സനായിൽ ഇസ്രായേൽ ബുധനാഴ്ച നടത്തിയ ആക്രമണങ്ങളിൽ 5 കുട്ടികളടക്കം 46 പേർ കൊല്ലപ്പെട്ടു. 165 പേർക്ക് പരിക്കേറ്റു. ഒട്ടേറെ പാർപ്പിട സമുച്ചയങ്ങൾ തകർന്നു. സാനായിലെ സൈനിക കേന്ദ്രത്തിലും ആക്രമണമുണ്ടായി. ഇസ്രായേൽ ആക്രമണത്തിൽ 11 മാധ്യമപ്രവർത്തകരും കൊല്ലപ്പെട്ടതായി യമനിലെ സായുധ ഗ്രൂപ്പായ ഹൂതികൾ അറിയിച്ചു.